നമസ്കാരം. ഇന്നലെ റഷ്യൻ യുദ്ധവിമാനം തകർന്ന് 65 യുക്രൈൻ യുദ്ധ തടവുകാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ റഷ്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി യുക്രൈൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കി തന്നെയാണ് റഷ്യക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. യുക്രൈൻ സൈനികരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് റഷ്യ പെരുമാറിയത് എന്നാണ് സെലൻസ്കിയുടെ ഗുരുതരമായ ആരോപണം. ഈ വിമാനത്തിൽ ഇവരെ കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട നിരവധി നടപടിക്രമങ്ങളുണ്ട്. ഇതൊന്നും തന്നെ പാലിക്കാതെയാണ് റഷ്യ ഈ സൈനികരെയും കൊണ്ട് പോയത് എന്നാണ് സെലൻസ്കി ആരോപിക്കുന്നത്. യുദ്ധത്തടവുകാരെ കൈമാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യുക്രൈൻ സൈനികരെ വിമാനത്തിൽ കൊണ്ടുപോയിരുന്നത്. വിമാനം പെട്ടെന്ന് തീപിടിച്ച് തകർന്ന് വീഴുകയായിരുന്നു. ഇതിനെക്കുറിച്ചും ഇപ്പോൾ നിരവധി സംശയങ്ങൾ വരുന്നുണ്ട്. വ്യോമസേനയുടെ അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ വിമാനം എങ്ങനെയാണ് പെട്ടെന്ന് തീപിടിച്ച് തകർന്നു വീണത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. പലപ്പോഴും ഈ വിമാനത്തിൽ റഷ്യ അതിശക്തമായ മിസൈലുകൾ സൂക്ഷിച്ചിരുന്നോ എന്ന് ഒരു സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. റഷ്യയെ സംബന്ധിച്ച് വർഷങ്ങളായി അവർ യുക്രൈനുമായി നിരന്തരമായ പോരാട്ടത്തിലാണ്. ഒരുപക്ഷെ അതിനുവേണ്ടി സൂക്ഷിച്ചിരുന്ന മിസൈലുകളാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത് എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഏതായാലും സെലൻസ്കി ആകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അന്വേഷണം വേണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതല്ലാതെ റഷ്യ പറയുന്ന ഒരു കാര്യവും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നും അന്താരാഷ്ട്ര തലത്തിലെ വിവിധ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ച് ഈ വിമാനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നുമാണ് സെലൻസ്കി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ യുക്രൈൻ സൈനികരാണ് ഈ വിമാനം വെടിവെച്ചിട്ടത് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ചില റഷ്യൻ സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു എങ്കിലും പിന്നീട് അത് പിൻവലിക്കുകയായിരുന്നു. കാരണം അവർക്ക് തന്നെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് തങ്ങളുടെ തന്നെ രാജ്യത്തെ സൈനികരായ വ്യക്തികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ വിമാനം വെടിവെച്ചിടേണ്ട ആവശ്യം അല്ലെങ്കിൽ മിസൈൽ അയച്ച് തകർക്കേണ്ട ആവശ്യം ഉക്രൈനില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പിന്നീട് പലരും ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾ തന്നെ പിൻവലിച്ചത്. പക്ഷേ ഇപ്പോഴും ഇതിലൊരു ദുരൂഹത തുടരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതെങ്ങനെ അപകടം സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് റഷ്യ ഇനിയും ഒരു കാര്യവും വെളിപ്പെടുത്തിയിട്ടില്ല. സാധാരണഗതിയിൽ വ്യോമസേനാ വിമാനങ്ങൾ തകർന്നു വീണാൽ ഒരു രാജ്യവും അതിൻ്റെ കാരണങ്ങൾ പരസ്യപ്പെടുത്തുന്ന ഒരു രീതിയില്ല. എങ്കിലും ഈ വിമാനത്തിലെ യാത്രക്കാർ ഭൂരിപക്ഷം പേരും യുക്രൈൻ പോരാളികളായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യവും. എന്തിനാണ് മതിയായ സംവിധാനങ്ങളില്ലാതെ ഈ വിമാനത്തിൽ ഇവരെ കൊണ്ടുപോയത് എന്ന ചോദ്യം അപ്പോഴും അവിടെ അവശേഷിക്കുകയാണ്. അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാകട്ടെ ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും യാതൊരു തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. റഷ്യയിലെ മറ്റ് ഉന്നത പദവികളിലിരിക്കുന്ന പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആരും തന്നെ ഈ വിമാനാപകടത്തെക്കുറിച്ച് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഇനിയും ഒന്നും വെളിപ്പെടുത്തിയിട്ടുമില്ല എന്നുള്ളതും ഈ സംഭവത്തിൻ്റെ പിന്നിലെ ദുരൂഹതയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്.